Dear friends, today's our topic is theory of absolute cost advantage by Adam Smith. One of the famous traditional theory of international trade is this absolute theory, absolute cost advantage or absolute advantage theory. Okay, the theory presented by Adam Smith in his book Wealth of Nations in 1776. Okay, he presented this absolute cost advantage theory in his famous book Wealth of Nations in 1776. According to Smith, trade between two nations is based on the absolute advantage and benefits to both nations. To him, trade between two nations is mainly based on this absolute advantage. Okay. And these trades are benefits to the both countries. According to this theory, a nation should specialize in the production and export of goods in which it has absolute advantage. According to this theory, a nation should specialize in the production and export of goods in which it has absolute advantage and import the goods in which it has absolute disadvantage. Okay. ഒരു കൺട്രിക്ക് ചിലപ്പോൾ ചില കമ്മോഡിറ്റിയുടെ കേസിൽ ആബ്സലൂട്ട് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. റീസൺസ് ഒന്നും സ്മിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്മിത്തിന്റെ ഫോക്കസ് ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരുപാട് ലേബർ അബണ്ടന്റ് ആയിട്ടുള്ള കൺട്രിയാണ് നമുക്ക്, ഒരുപാട് ലേബർ റിസോഴ്സസ് ഉള്ള കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് കൂടുതലായിട്ട് ലേബർ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിലൊരു അഡ്വാൻറ്റേജസ് ഉണ്ടാവാം. ബേസിക്കലി ചിലപ്പോൾ ഒരു നാച്ചുറൽ റിസോഴ്സസ് നമ്മളുടെ കൺട്രിയിലുള്ളത് ഒരുപക്ഷെ സ്യൂട്ടബിൾ ആവുന്നത് ആ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ലേബർ ഒരുപാടുണ്ട്. അപ്പോൾ ലേബർ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്നത് നമുക്ക് ചീപ്പായിട്ട് ലേബർ അവൈലബിൾ ആണ്. അപ്പോൾ ലേബർ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്നത് നമുക്ക് ഒരുപക്ഷെ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. ക്ലിയർ? അപ്പൊ ആ കമ്മോഡിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ആദം സ്മിത്ത് പറയുന്നത്. അപ്പോൾ ചില കൺട്രീസിന് ഏതെങ്കിലുമൊക്കെ കമ്മോഡിറ്റിയുടെ കേസിൽ ഒരു ആബ്സലൂട്ട് അഡ്വാൻറ്റേജസ് ഉണ്ടാവാം. അതായത് ആബ്സലൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റാം, വളരെ കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റാം. അങ്ങനെയാണെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ കേസിൽ ആ കൺട്രി സ്പെഷ്യലൈസ് ചെയ്യാം. എന്നിട്ട് ആ കമ്മോഡിറ്റി എന്ത് ചെയ്യാം, കൂടുതൽ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ മാത്രമല്ല അതർ മാർക്കറ്റിനെയും കൂടെ കൺസിഡർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതർ കൺട്രീസിൽ നിന്ന് അവർക്ക് അഡ്വാൻറ്റേജസ് ഉള്ള കമ്മോഡിറ്റീസ് ഉണ്ടായിരിക്കാം, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യാം. അവരും അങ്ങനെ എക്സ്പോർട്ട്. അപ്പോൾ ഓരോ കൺട്രീസും ഏതിലാണ് അവർക്ക് ആബ്സലൂട്ട് അഡ്വാൻറ്റേജസ് ഉള്ളത് ആ കമ്മോഡിറ്റീസിന്റെ കേസിൽ കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ചില കൺട്രീസിനല്ല എല്ലാ കൺട്രീസിനും ചില കമ്മോഡിറ്റീസിന്റെ കേസിൽ ആബ്സലൂട്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ആബ്സലൂട്ട് ഡിസഡ്വാൻറ്റേജസ് ഉള്ള കമ്മോഡിറ്റി നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലേബർ കുറേ ഉള്ള കൺട്രിയാണ്. ഒരുപക്ഷെ ലേബർ കോസ്റ്റ് ഒക്കെ ചിലപ്പോൾ കുറവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യാം, എന്നിട്ട് അത് മെല്ലെ എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് ചില കാര്യങ്ങളിൽ എല്ലാം കിട്ടണമെന്നില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ ഉള്ള കൺട്രി ഒന്നല്ല, അപ്പോൾ ഒരുപാട് മെഷീൻസും ടെക്നോളജിയും ഒന്നും അത്രയും വെൽ ഡെവലപ്ഡ് നേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ആവണമെന്നില്ല. അപ്പോൾ ആ കമ്മോഡിറ്റി നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. സമയം മാത്രമല്ല ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കമ്മോഡിറ്റിയുടെ പ്രൊഡ്യൂസ് ചെയ്യേ വേണ്ട. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ കോൺസെൻട്രേഷനും കൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റിയിലോട്ട് കൊടുക്കാം. എന്നിട്ട് ആ കമ്മോഡിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് കൺട്രീസിനും ഗെയിൻ ആണെന്നാണ്
ആദം സ്മിത്ത് പറയുന്നത്. Okay, I think it's clear to you. According to this theory, a nation should specialize in the production and export of the good in which it has absolute advantage. At the same time, import the goods in which it has absolute disadvantage. Absolute disadvantage ഉള്ളത് import ചെയ്യാം, absolute advantage ഉള്ളത് നമ്മൾ കൂടുതൽ produce ചെയ്തിട്ട് export ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ സ്മിത്ത് പറയുന്നത് there will be an efficient utilization of resources. Efficient utilization, നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ഇത് രണ്ട് കൺട്രീസിനും both the nations-നും ഗെയിൻ ആണ് ഉണ്ടാക്കുക ട്രേഡ് ബേസ്ഡ് ഓൺ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജസ് ആണെങ്കിൽ. ഇതൊരു പക്ഷേ ഈ ക്ലാസിക്കൽ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ഈ ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ശരിക്കും ബേസ് ചെയ്ത് നിൽക്കുന്നത് ലേബർ തിയറി ഓഫ് വാല്യൂവിനെയാണ്. ലേബർ തിയറി ഓഫ് വാല്യൂ. According to labor theory, a value or price of a commodity depends on amount of labor time required to produce a commodity. The value or price of a commodity depends on exclusively the amount of labor time required to produce a commodity. അതായത് ഒരു കമ്മോഡിറ്റി ക്ലാസിക്കൽ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡുകൾ, അതായത് ആബ്സലൂട്ട് ആണെങ്കിലും നമ്മുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണെങ്കിലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി ഒക്കെ ആണെങ്കിലും ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ലേബർ തിയറി ഓഫ് വാല്യൂവിനെയാണ്. ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് amount of labor time required to produce that commodity. ഒരു എത്ര ലേബർ ടൈം ആണ് ആ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അതാണ് ശരിക്ക് ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഷർട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഒരു ഷർട്ട് എക്സാമ്പിൾ ആണ്, ഒരു ഷർട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു ലേബറെ വെച്ചിട്ട് നമുക്ക് 10 hours വേണ്ടി വന്നിരുന്നു. അപ്പോൾ 10 hours ലേബർ ആണ് ആ ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഒരു പെയർസ് ഓഫ് ഷൂസ് എടുക്കാം. ഈ ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എ പെയർ ഓഫ് ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 hours ആണ് നമ്മൾ ലേബർ ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലേബർ ടൈമിന്റെ ബേസിലാണ് നമ്മൾ പ്രൈസ് അല്ലെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ വാല്യൂ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 10 hours എടുക്കുന്നു. എ പെയർസ് ഓഫ് ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 hours എടുക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യാം? 2 ഷർട്ട് വിൽ എക്സ്ചേഞ്ച് ഫോർ 1 pairs ഓഫ് ഷൂസ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 2 ഷർട്ടുകൾ നമ്മൾ, അതായത് 2 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈമാണ് ഒരു പെയർസ് ഓഫ് ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ 2 shirts ഈക്വൽ ടു 1 pairs ഓഫ് ഷൂസ്. ആക്ച്വലി the labor embodied in 2 shirts equal to the labor embodied in 1 pairs of shoes. അപ്പോൾ ലേബർ ടൈം ആണ് ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ലേബർ ടൈം ആണ്, എമൗണ്ട് ഓഫ് ലേബർ ടൈം ആണ് ശരിക്കും ഒരു ഫാക്ടറായിട്ട് നമ്മൾ ഈ കമ്മോഡിറ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് വാല്യൂ ചെയ്യുന്നതിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ലേബർ തിയറി ഓഫ് വാല്യൂ. ഈ ക്ലാസിക്കൽ തിയറീസും എല്ലാം ഈ ലേബർ തിയറി ഓഫ് വാല്യൂവിന്റെ ബേസിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ അസംഷൻസിലോട്ട് പോവാണ്. ഈ അസംഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് അറിഞ്ഞാൽ മാത്രമേ ആ മോഡൽ അത് ഇത്രയും ക്ലിയർ ആവുള്ളൂ. ഇനി വരുന്ന റിക്കാർഡോന്റെ മോഡലാണെങ്കിലും HO തിയറി, മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണെങ്കിലും അസംഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ അസംഷൻസിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ട്രേഡിൽ
വന്നിട്ടുള്ള എല്ലാ തിയറീസും, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് വളരെ കുറവ് തിയറീസ് ആണെങ്കിലും ഇനിയൊരു ഹയർ ലെവലിൽ പോവുകയാണെങ്കിൽ ഒരുപാട് ഇന്റർനാഷണൽ തിയറീസ് ഉണ്ട്. അതെല്ലാം ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു HO തിയറി അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിക്കൽ തിയറീസ് ഓഫ് ട്രേഡ് ഉണ്ട്. അവരെല്ലാം അസംഷൻസ്, നമുക്കറിയാം ഈ അസംഷൻസ് ഒക്കെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ആവണമെന്നില്ല. പക്ഷെ ഇതിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഈ അസംഷൻസ് ക്ലിയർ ആയി, തിയറി ക്ലിയർ ആയി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ തിയറീസും റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ അസംഷൻസ് നന്നായിട്ട് ശ്രദ്ധിക്കാം. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് 2 നേഷൻസ് ആണ്, ഇംഗ്ലണ്ടും ഇന്ത്യയും. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇംഗ്ലണ്ട്, ഏത് കൺട്രീസ് വേണമെങ്കിലും ആവാം, നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഫേവർ ആയിട്ട് ഇംഗ്ലണ്ടും ഇന്ത്യയും എടുക്കുന്നു. ആൻഡ് 2 കമോഡിറ്റീസ് ആണ്, വീറ്റിന്റെ പ്രൊഡക്ഷനും നമ്മൾ നോക്കുന്നു, ക്ലോത്തിന്റെ പ്രൊഡക്ഷനും നോക്കുന്നു. 2 കമോഡിറ്റീസ്, 2 nations. Labor is the only factor of production used to produce both the wheat and cloth. Labor എന്ന് പറയുന്ന ഫാക്ടർ മാത്രമാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഈ തിയറീസ് ബേസ്ഡ് ഓൺ ലേബർ തിയറി ഓഫ് വാല്യൂ ആണ്. അതിനെ വെച്ചിട്ടാണ് ലേബറിന് എത്ര എംബോഡീഡ് ആണ് ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ബേസിലാണ് നമ്മൾ അതിന്റെ വീറ്റിന്റെ ആണെങ്കിലും ക്ലോത്തിന്റെ ആണെങ്കിലും പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ലേബർ is the only factor of production used to produce both wheat and cloth. നമുക്കറിയാം പ്രാക്ടിക്കലി അങ്ങനെയല്ല, ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ലേബർ ഈസ് ഹോമോജീനിയസ് ആണ്. നമുക്കറിയാം 2 കൺട്രീസ് ഉണ്ട്, ഇംഗ്ലണ്ടും ഉണ്ട്, ഇവിടെ ഇന്ത്യ ഉണ്ട്. ഈ 2 കൺട്രീസിന്റെയും ലേബർ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. ഒരു കൺട്രിയിലെ ലേബർ ഹൈലി സ്കിൽഡ്, ഒരു കൺട്രിയിലെ ലേബർ ലെസ് സ്കിൽഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല. കാരണം എന്നാൽ മാത്രമാണ് കമ്മോഡിറ്റിയുടെ പ്രൈസ് നമ്മൾ ലേബർ തിയറി ഓഫ് വാല്യൂ വെച്ചിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്നാൽ ഹോമോജീനിയസ് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഒരു വാല്യൂ കൺസിഡർ ചെയ്യുന്നതിന് കുറച്ചും കൂടി അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ ലേബർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഹോമോജീനിയസ് ആണ്. Both England and India have a fixed amount of labor. ഫിക്സഡ് എമൗണ്ട് ഓഫ് ലേബർ ആണ് നമ്മൾ 2 കൺട്രിയിലും അസ്യൂം ചെയ്യുന്നത്. ലേബർ വിത്തിൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഫുള്ളി എംപ്ലോയ്ഡ്. നമ്മുടെ ക്ലാസിക്കൽസിന്റെ ബേസിക് അസംഷൻ ആണ്. നിങ്ങൾ മാക്രോ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്താനും പഠിച്ചിട്ടുണ്ടാവും. ബേസിക് അസംഷൻ ഓഫ് ക്ലാസിക്കൽ ഇക്കോണമിക്സിന്റെ എന്ന് പറഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. ഇവിടെയും നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ലേബർ വിത്തിൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഫുള്ളി employed ആണ്. Okay, then labor can move freely within the country between the cloth industry and wheat industry ആണ് കേട്ടോ, ഞാനത് വാട്ട് ഇൻഡസ്ട്രി എന്ന് എഴുതിയാണ്, wheat industry ആണ്. Okay, labor can move freely within a country between cloth industry and wheat industry. ലേബർ ഫ്രീലി നമുക്ക് നമ്മുടെ ഒരു കൺട്രിയിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏത് ഇൻഡസ്ട്രീസിലോട്ടാണെങ്കിലും, ക്ലോത്ത് ആണെങ്കിലും. ഇപ്പൊ നമ്മളിവിടെ അസ്യൂം ചെയ്ത് 2 ഇൻഡസ്ട്രിയാണ്, ക്ലോത്തും വീറ്റും. ഈ ഇൻഡസ്ട്രിയിലോട്ട് വിതിൻ കൺട്രിയിൽ മൊബൈലാണ് ആര്, ലേബർ മൊബൈലാണ് വിതിൻ കൺട്രിയിൽ ലേബറിനെ എവിടേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏത് ഇൻഡസ്ട്രിയിലോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം, മൊബൈൽ എന്നാണ്. ലേബർ ഇസ് ഇമ്മൊബൈൽ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഇന്ത്യ. നമ്മളുടെ വിത്തിൻ, അതായത് കൺട്രി കടന്നു പോകാനുള്ള മൈഗ്രേഷന്റെ കാര്യമൊക്കെ ഇവിടെ ഇല്ല. അതർ കൺട്രീസിലോട്ട് പോകുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ലേബർ വിതിൻ കൺട്രിയിൽ മൂവബിൾ ആണ്, പക്ഷെ ബിറ്റ്വീൻ കൺട്രിയിൽ അത് ഇമ്മൊബൈൽ ആണ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേഷനോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇമിഗ്രേഷനോ ഒന്നുമില്ല. നമ്മൾ അസ്യൂം ചെയ്യുന്നു 2 കൺട്രിയിലും ഈ കാര്യത്തിൽ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. ഫ്രീ ട്രേഡ് ആണ്, പക്ഷെ ഈ മൂവ്മെന്റ്സ് ഓഫ് ലേബറിന്റെ കേസിൽ റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മുടെ കൺട്രിയിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അതർ കൺട്രീസിലോട്ട് അത് പറ്റില്ല. ഗുഡ്സ് ക്യാൻ മൂവ് ഫ്രീലി ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഇന്ത്യ. അതായത് നമ്മൾ ഫ്രീ ട്രേഡ് ആണ് അസ്യൂം ചെയ്യുന്നത്. ക്ലാസിക്കൽസിന്റെ അതർ മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് ആണ്. ഒരു ഫ്രീ ട്രേഡിന് ഒരു റെസ്ട്രിക്റ്റഡ് ട്രേഡും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫ്രീ ട്രേഡിനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു എക്കോണമീനെ ഫ്രീ മാർക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ
goods can move freely between ഇംഗ്ലണ്ട് ആൻഡ് ഇന്ത്യ. ഗുഡ്സിന് ഫ്രീ ആയിട്ട് പോകാം. ഇന്നത്തെ പോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻസ് ഇല്ല. ടാരിഫോ അതർ കോട്ടാസോ അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഈസി ആയിട്ട് ഗുഡ്സ് തിരിച്ച് ആ കൺട്രിയിലോട്ടും തിരിച്ച് നമ്മളുടെ കൺട്രിയിലോട്ടും പോകാം. ഓക്കെ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആർ സീറോ. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്കറിയാം അത് സീറോ, പ്രാക്ടിക്കലി സീറോ അല്ല, പക്ഷെ നമ്മളിവിടെ അസ്യൂം ചെയ്യാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സീറോ എന്നുള്ളത്. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സീറോ ആണെങ്കിൽ ലേബർ ആ ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂല് ആകെ കൂടി കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ലേബർ ടൈം മാത്രമാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടെ വരുമ്പോൾ അതർ കോസ്റ്റ് നമ്മളിവിടെ ആ കൂടി ഒരു ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്ത് അതിന്റെ ബേസിൽ മാത്രമാണ് ആ കമ്മോഡിറ്റിയുടെ വാല്യൂ തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. ടെക്നോളജി കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ടെക്നോളജിയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ. പ്രൊഡക്ഷൻ കോസ്റ്റും കോൺസ്റ്റന്റ് ആണ്. ലേബറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. മണി ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഒരു ക്ലാസിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് മണീനെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ്. മണി ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. നമ്മൾ ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസിലോട്ട് മണിയെ കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് മെയിൻ അസംഷൻസ്. ഇത് നന്നായി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. പക്ഷെ ഇതൊരു മെയിൻ ഫാക്ടർ ആണ് ഈ തിയറിയുടെ. അപ്പോൾ മനസ്സിൽ ഇത് നന്നായിട്ട് ഉണ്ടായിരിക്കണം. അസംഷൻസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഞാൻ അടുത്ത സ്ലൈഡിൽ തിയറി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. തിയറി ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും വീറ്റിന്റെയും കോട്ടൺ ക്ലോത്തിന്റെയും പ്രൊഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ സമയം എടുക്കും അത് എക്സ്പ്ലെയിൻ ചെയ്തതിന്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ ഞാൻ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.